റോഡ് പൊളിഞ്ഞ ഭാഗത്തെ ഇന്നലെ കൂരിയാടുണ്ടായ അപകടമുണ്ടായ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത്. ഇതിൻ്റെ കിടപ്പ് വശം ഇത് അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ റോഡ് കാണുന്നത് ഇത്ര വീതി കിടക്കുന്ന റോഡാണ്. ഇതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ട് പാടത്തേക്കാണ് പോയി കാണും. ഇനി ഇത് മൊത്തത്തിൽ പൊളിച്ചു മാറ്റുള്ള വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഇത് ചെറിയ രൂപത്തിലൊന്നല്ല പൊളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഈ റോഡ് പൊളിഞ്ഞതിൻ്റെ ഒരു വ്യാപ്തി കാണണമെങ്കിൽ നല്ലോണം ഇവിടുന്ന് കാണണം. ഇത്ര വീതിയിലുള്ള റോഡാണ്. അവിടെയാണ് ഇങ്ങനെ പകുതി ഭാഗത്തേക്ക് ഇടിഞ്ഞിട്ട് താഴേക്ക് പോയത്. എന്തുകൊണ്ടോ അത്ര വലിയ ക്രാക്കാണ് വീണിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ റോഡ് മൊത്തത്തിൽ വിണ്ട് നാശമായിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ബാലൻസ് ഉള്ള റോഡാണ്. അതും കൂടി പൊളിഞ്ഞു പോകാം, മൊത്തത്തിൽ പൊളിച്ചു മാറ്റിയെടുക്കും. യെസ് കൊള്ളാം. റോഡ് പൊളിഞ്ഞ ഭാഗത്തെ ഇന്നലെ കൂരിയാടുണ്ടായ അപകടമുണ്ടായ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഗതി കിടക്കുന്നത്. ഇതിൻ്റെ കിടപ്പ് വശം ഇത് അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ റോഡ് കാണുന്നത് ഇത്ര വീതി കിടക്കുന്ന റോഡാണ്. ഇതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ട് പാടത്തേക്കാണ് പോയി കാണും. ഇനി ഇത് മൊത്തത്തിൽ പൊളിച്ചു മാറ്റുള്ള വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. ഇത് ചെറിയ രൂപത്തിലൊന്നല്ല പൊളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഈ റോഡ് പൊളിഞ്ഞതിൻ്റെ ഒരു വ്യാപ്തി കാണണമെങ്കിൽ നല്ലോണം ഇവിടുന്ന് കാണണം. ഇത്ര വീതിയിലുള്ള റോഡാണ്. അവിടെയാണ് ഇങ്ങനെ പകുതി ഭാഗത്തേക്ക് ഇടിഞ്ഞിട്ട് താഴേക്ക് പോയത്. എന്തുകൊണ്ടോ അത്ര വലിയ ക്രാക്കാണ് വീണിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ റോഡ് മൊത്തത്തിൽ വിണ്ട് നാശമായിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ബാലൻസ് ഉള്ള റോഡാണ്. അതും കൂടി പൊളിഞ്ഞു പോകാം, മൊത്തത്തിൽ പൊളിച്ചു മാറ്റിയെടുക്കും. യെസ് കൊള്ളാം. Subscribe to One India and never miss an update.